ചേട്ടാ ഒരു ഹാഫ് കുഴിമന്തി. ചേട്ടാ ചെസ്റ്റ് പീസ് എനിക്കാണ്. എടാ കഴിഞ്ഞ വട്ടം ചെസ്റ്റ് പീസ് നിനക്ക് കിട്ടിയത്, അപ്പോൾ ഈ വട്ടം എനിക്കാ. അതിന് ചുമ്മാ ചെസ്റ്റ് പീസ് എനിക്ക് വേണം. ചേട്ടാ ചെസ്റ്റ് പീസ് എനിക്ക്. എടാ തമാശയല്ലേ, ചുമ്മാ ഇരിക്കണം നീ മാറി. ചേട്ടാ ചെസ്റ്റ് പീസ് എനിക്ക്. തമാശയല്ല പറഞ്ഞു, കാര്യമായിട്ട് തന്നെ. ചേട്ടാ ചെസ്റ്റ് പീസ് എനിക്ക്. ചെസ്റ്റ് പീസ് എനിക്കാ. എനിക്ക് എനിക്കാ എനിക്കാ കണ്ട കുഴിമന്തിയൊക്കെ രാത്രി അടിച്ചു വെച്ചിട്ട് ചുമ്മാ കടന്ന് കൊഴുത്ത പിടിച്ചോ. സോറി അല്ലേ, ഞാൻ പെട്ടെന്ന് കുഴിമന്തി കടയിലാന്ന് ഓർത്തു. ഏതാ ചെസ്റ്റ് പീസ് എടുത്തപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയിരിക്കും. ആ കുപ്പിയോടാച്ചേ, ആ കുപ്പിയോടാച്ചേ, കുപ്പിയോടാക്ക്. എന്റെ മയോണൈസിന്റെ കുപ്പിയോടാക്കാ. എടാ മയോണൈസിന്റെ കുപ്പിയുടെ എന്റെ ചുക്കാമണിയാടാ. സോറി, ഞാൻ ഇനി ഉറങ്ങുന്നില്ല, ശരിയാക്കില്ല. ഉറങ്ങിക്ക. എന്തുവാടാ ഉണ്ടാക്കുന്നേ? കൊഞ്ചേറിയ. കൊഞ്ചേരിയുടെ അവിടെ എന്താ കഴിക്കാൻ? പഴമന്തി കിട്ടും. ഇന്നത്തെ മന്തിയുടെ റൈസിൽ പൊട്ട്, അതിനകത്തോട് കുറച്ച് തൈരും ഈ കൊഞ്ചേറിയും പിന്നെ കുറച്ച് മയോണൈസ് ചേർത്ത് ഇളക്കി അടിച്ചാണല്ലോ. പെപ്സി ഉണ്ട്, പെപ്സി ചൂടായി കുടിക്കാം. എടാ ചൂട് പെപ്സി സൂപ്പറാ. നൈസ് പോകുമ്പോയാ. ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് കുഴിമന്തി കഴിക്കണമെന്ന് തോന്നി. ആദ്യം ട്രൈ ചെയ്തത് അവരുടെ അൽഫാം കുഴിമന്തിയാണ്. കൂടെ ടൊമാറ്റോ ചട്നിയും മയോണൈസും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് അൽഫാം പീസ് എടുത്തു. കൊല്ലത്ത് പുതിയ കുഴിമന്തിക്കട വന്ന് കുഴിമന്തി കഴിക്കാൻ പോയാലോ? കുഴിമന്തി കഴിക്കാൻ കൈ പൈസ വല്ലതും ഉണ്ടോ? നോക്കണ്ട, എൻ്റെ ഇല്ല. സാലറി എന്ന് വരുമല്ലോ. അപ്പൊ ബൈക്കിന്റെ EMI 5000, ചിട്ടി 5000, വീടിന്റെ റെന്റ് 1000, വീട്ടിലെ കറണ്ട് ബില്ല് 2000, എനിക്കുള്ള ചെലവ് 3000. വീട്ടിലോട്ട് അയക്കാൻ ഒരു 2000 കൊടുക്കണം, വീട്ടിലോട്ട് അയക്കാൻ 2000. ചേടാ 3000 രൂപ ഇനിയിപ്പോൾ കടം മേടിക്കണമല്ലോ. കൂട്ടി 18 രൂപയല്ലോ. അതെ, ഒരു 3000 രൂപ കടം തരാൻ കാണുമോ? സെയിം അവസ്ഥ തന്നെ. ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു 2000 രൂപ. 15000 രൂപയ്ക്കകത്ത് 1000 രൂപ റെന്റ്, 1000 രൂപ വീട്ടിൽ കൊടുക്കാം. ബാക്കി 13000 രൂപയ്ക്ക് കുഴിമന്തി കഴിക്കാം. ഗൈസ്, എടാ ഉമേഷേ. ഏതായി മോൻ? മോനല്ല, ഞങ്ങളുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചായിരുന്നു. ബൈ ദ ബൈ, എന്റെ കല്യാണമാണ്. നിങ്ങളെല്ലാം കല്യാണം വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇല്ലേ അച്ഛാ? എടാ മൊണ്ണേ, നിനക്ക് പെണ്ണ് കിട്ടിയോ? ഇവര് മീശ കളിക്കത്തില്ലേ? ചുമ്മാ. അല്ല എന്തോ ചോദിച്ചേ? ഒന്നും ചോദിച്ചില്ല. അല്ല മീശയെ പറ്റി എന്തോ ചോദിച്ചല്ലോ, ഞാൻ ചെറുതായിട്ടൊന്ന് കേട്ട്. എന്തോ അത്? അല്ല മീശയുള്ള പയ്യന്റെ വീട് എവിടാന്ന്? എവിടാ? നമ്മുടെ മാവക്കാട് അറിയോ? മാവക്കാട് അറിയത്തില്ല. നമ്മുടെ മറ്റേ പുക്ലിച്ച് മല ഇല്ലേ, പുക്ലിച്ച് മല, അതിന്റെ റൈറ്റ് കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി താഴോട്ട് പോകുമ്പോ ഒരു കനാലെത്തും. മനസ്സിലായില്ലയോ? അതിന്റെ താഴോട്ട് പോകുമ്പോ ഒരു കുരിശടിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു അമ്പലം ഉണ്ടല്ലോ, കിടങ്ങല്ലൂർ അമ്പലം. ആ കിടങ്ങല്ലൂർ അമ്പലത്തിന്റെ 4ാമത്തെ വീടിന്റെ സൈഡ്, 5ാമത്തെ വീട്. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ ഒരു മന്തിക്കട ഉണ്ട്, അതിനപ്പുറത്തൊരു റേഷൻ കടയുണ്ട്, അതിനടുത്തായിട്ട് വരും. മന്തിക്കട പേര് വരുന്നത്? ഓ അറിയാനൊന്നും വലിയ വഴിയില്ല. അത് മറ്റേ യാസി മന്തിക്കട. ഈ ആസി മന്തിക്കട നിങ്ങൾ പറഞ്ഞാൽ പോരായോ? കേരളത്തിലെ ആദ്യത്തെ ബിസ് ഫ്രൈ റൈസ് കൊടുത്ത കട. കേരളത്തിൽ ആദ്യമായിട്ട് മയോണൈസിന് പുറമെ വെള്ളച്ചമ്മന്തി, മഞ്ഞ ചമ്മന്തി, പച്ച ചമ്മന്തി, ചുവന്ന ചമ്മന്തി ഇത്രയും കൊടുത്ത ആദ്യത്തെ കടയാ. അതിനങ്ങനെ തരം താഴ്ത്തി പറയരുത്. 160 രൂപയ്ക്ക് കേരളത്തിലെ 10 മന്തിക്കടയിൽ മന്തി കിട്ടുമെങ്കിൽ അതിലൊരു കട അവരുടെയാ. കാട മന്തി റൈസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരാ. അങ്ങനെ ഞങ്ങളൊന്നും പറയില്ല, വഴി പറയാന്നല്ലേ അല്ലേ? ആ മന്തിക്കട ഇന്ന് ഓപ്പൺ ആണ്. വരുന്ന വഴിക്ക് തുറന്ന പോലെ തോന്നിയായിരുന്നില്ലയോ? മൈൻഡ് സെറ്റായി. നമുക്കേ മന്തി കഴിക്കാൻ പോയാലോ? ഞാനും അച്ഛനും പിന്നെ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് മന്തി അങ്ങനെ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അതാ നല്ല ക്വാളിറ്റിയുള്ള ചിക്കൻ നോക്കി എടുത്തിട്ട് പപ്പും പൂടെയൊക്കെ പറിച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് വലിയ കുഴിക്കകത്ത് കാലൊക്കെ ഇട്ട്
ഇറക്കി അങ്ങോട്ട് താത്ത് വെക്കും. നമ്മുടെ നോർമൽ ചിക്കൻ്റെ ഫ്ലേവർ അല്ല, ചിക്കൻ്റെ ശരിക്കുള്ള ഫ്ലേവർ ഫുൾ ആ കോഴിക്കകത്ത് കാണും. അതിങ്ങനെ ഇരുന്ന് പതിയെ പതിയെ സ്ലോ കുക്കും. അതിനകത്ത് നീ ചിക്കൻ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഈ റൈസ് ചൂട് പാർന്നെടുത്ത് വെച്ചിട്ടേ മയോണൈസ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ ചട്നി പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കിട്ടും, അതും എടുത്ത് നടുക്ക് വെച്ചിട്ട് കുഴച്ചോടെ വെക്കണം. സൈഡിലായിട്ട് നല്ലൊരു മന്തിയുടെ ചെസ്റ്റ് പീസ് കാണും. ആ തൊലിയും ആ ചെസ്റ്റിൻ്റെ കുറച്ച് പീസ് ഇങ്ങനെ അടത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിനകത്തോട്ട് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ മൂടിയിട്ട് ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം നമ്മുടെ നാട്ടിലുള്ള കാര്യം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല അച്ഛാ. എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോയാലോ? മന്തിക്കടയിട്ട് നമ്മൾ കയറുമ്പോഴേ നല്ല മയണൈസിൻ്റെയും മന്തിക്കട എത്തി മക്കളെ. എടാ പെണങ്ങാനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എടാ സീനില്ല, നമുക്ക് നാളെ ആയാലും മേടിക്കരുത് സാധനം. എടാ മോനെ നമുക്ക് നാളെ മേടിക്കാടാ, നീ കരയാതിരിക്കടാ. ഈ പയ്യനെ ഈ മന്തിപ്രാന്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഞങ്ങൾ കളമശ്ശേരി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവന് ആദ്യമായിട്ട് മന്തി മേടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അവൻ അങ്ങ് അഡിക്റ്റായി. ഞങ്ങളുടെ അഡിക്ഷൻ പതുക്കെ പതുക്കെ അങ്ങ് മാറി. അവന്റെ അഡിക്ഷൻ അത് ഭ്രാന്തായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ആ പയ്യൻ വീട്ടിലൊന്നും പോത്തില്ല? അല്ല, അവന്റെ നാട്ടിലെ മന്തി കിട്ടത്തില്ല, അതുകൊണ്ട് അവൻ നാട്ടിലോട്ടും പോവാറില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മന്തി കഴിച്ചില്ലെങ്കിലേ അവന് പ്രാന്താ. അറ്റ്ലീസ്റ്റ് ആ മന്തിയുടെ റൈസ് എങ്കിലും വേണം, അല്ലെങ്കിൽ അങ്ങ് ഇളകും. അവന്റെ കല്യാണം എന്താ മുടങ്ങിപ്പോയെന്നറിയാവോ? ഇല്ല. കല്യാണത്തിന് സദ്യക്ക് പകരം മന്തി വിളമ്പണോന്ന്, അതും അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ. ആരാ ചക്ക വെട്ടി താഴെ? ചക്കയല്ല, ചേട്ടന്റെ മോനാ പോയത്. എഴുന്നേക്കട ഉമേഷ് കിണറ്റി വിടണ. എടാ ആംബുലൻസ് വിളിക്കുക, അല്ല ഫയർഫോഴ്സ് വിളിക്കടാ. എഴുന്നേക്കടാ, വിളി വിളി പെട്ടെന്ന് വിളി. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും വെള്ളം കുടിച്ചിരിക്കുകയാണോ? എങ്കിൽ കഴിക്കൂ ഒരു കുഴിമന്തി. അപ്പൊ അന്നെ കുഴിമന്തിമാനെ ചികിത്സിക്കാൻ നോക്ക്. കയറ് കിട്ടുകൊണ്ടാ എന്നെ മോൻ രക്ഷപ്പെട്ടത്. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവന് കുഴിമന്തി കഴിക്കാതിരിക്കാനേ അവന്റെ 2 കാലും നമുക്കങ്ങ് തല്ലി ഓടിച്ചാലോ? കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ കടയിൽ നിന്നേ നമ്മൾ കുഴിമന്തി കഴിച്ചായിരുന്നു കേട്ടോ. ഇനി നീ കുഴിമന്തി എങ്ങാനും പറഞ്ഞു നടന്ന നിന്റെ കാല് 2 കാലൊടിഞ്ഞിട്ട് നിന്റെ കൈ 2 ഓടിക്കും. ഉള്ള കാര്യം പറഞ്ഞേ. ചേട്ടാ, ഇവിടുന്ന് 2 കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ കുഴിയില്ലാത്ത വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കാം, അതും വെറും 10 മിനിറ്റിൽ.